ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് സൈലമാണോ എക്സാമിനറാണോ കൂടുതൽ ബെറ്റർ എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ ഇനി കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. അപ്പോൾ കാണാനൊക്കെ എല്ലാവരും ഇനി എന്തായാലും എക്സാമൊക്കെ വരുമ്പോൾ എന്തായാലും സൈലവും എക്സാമിനറൊക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഈ ഏത് ഇതിലെ വീഡിയോസ് കാണും എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ 7ാം ക്ലാസ് തൊട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കാണാൻ തുടങ്ങുന്നത്, യൂട്യൂബിൽ ക്ലാസ്സസ് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ 7ാം ക്ലാസ് വെച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് സൈലത്തിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. എക്സാമിനർ പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നു, സൈലം കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 7ാം ക്ലാസ് ഫുൾ എക്സാമിനർ ക്ലാസ്സസ് ആണ് കണ്ടത്. പിന്നെ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാത്ത ഒരാളായതുകൊണ്ട്, തലേദിവസം പഠിക്കുന്ന ഒരാളും ആയതുകൊണ്ട് എന്തായാലും ഈ ക്ലാസ്സൊക്കെ കണ്ടിട്ട് പോയാലാണ് എക്സാമിന് വല്ലതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തലേദിവസം കുത്തിയിരുന്ന് ലൈവ് മൊത്തം കാണും. പിന്നെ 8ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു മെജോറിറ്റി ആൾക്കാരും സൈലം ക്ലാസ്സസ് ആണ് കാണുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും ഇതിൻ്റെ സൈലം കാണുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ സൈലത്തിലോട്ട് പോയി. അങ്ങനെ 8ാം ക്ലാസ് ഫുൾ സൈലം ക്ലാസ്സസ് ആണ് ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് യൂട്യൂബ് ക്ലാസ്സസിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഈ നീഞ്ച ബാച്ച്, അഗ്നി ബാച്ച്, അങ്ങനെ കുറേ ബാച്ചസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സൈലത്തിനെ എക്സാമിനറിനെയും കുറിച്ചിട്ടുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം, ഏതാണ് ബെറ്റർ, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും അടിപൊളി ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾ സൈലം ക്ലാസ് ഫുള്ളായിട്ട് സൈലം ക്ലാസ്സിനെ മാത്രം നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ക്രിസ്മസ് എക്സാമിന് എക്സാമിനറുടെ ക്ലാസ് മാത്രം നോക്കി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാവുന്നത്. ആ ഒരു രീതിയിൽ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയി കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്നെപ്പോലെ ഞാൻ 7ാം ക്ലാസ് ഫുള്ള് എക്സാമിനറും കണ്ടു, 8ാം ക്ലാസ് ഫുള്ള് സൈലവും കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിലാണ് എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സൈലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് ചോദിച്ചാൽ മാത്സ് ക്ലാസ്സൊക്കെ എനിക്ക് പ്രത്യേകിച്ച് സൈലത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ തല പുകയണ കേസാണല്ലോ. അപ്പോൾ അതൊക്കെ സൈലത്തിൻ്റെ എനിക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവാറുണ്ട്. പിന്നെ തലേദിവസം കാണുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ, ആദ്യം തൊട്ടേ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തവണ കുറച്ച് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് അന്നന്ന് വരുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കണം എന്നൊക്കെ എല്ലാ വർഷവും എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്യണം എന്ന് ഉറച്ച തീരുമാനത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റഡി വ്ളോഗ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കണ്ടിട്ട് പഠിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ തോന്നട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെന്താ, നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഓരോന്നായിട്ട് വാങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പം എല്ലാം കൂടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാം. നമ്മളെ ട്രാക്ക് മാറിപ്പോണ്. നമ്മൾ സൈലത്തിന് എക്സാമിനറിനെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോൾ വേറെ എവിടെ എത്തിയിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഫൈനൽ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏതാ കൂടുതൽ കാണാറ്, ഏതാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ക്ലാസ്സിൽ 5-6-7 ഗേൾസിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൽ 1-2 പേര് എക്സാമിനറാണ് കാണുന്നത്, ബാക്കി എല്ലാവരും സൈലാണ് കാണുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൈലാണ് കൂടുതൽ മനസ്സിലാവുന്നത്, അങ്ങനെ അവരുടെ ഒപ്പീനിയൻസൊക്കെ പറഞ്ഞു. അപ്പോൾ മെജോറിറ്റി നോക്കുമ്പോൾ സൈലാണിപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ക്ലാസ്സിൽ സൈലാണ് ഹൈപ്പിൽ നിൽക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ നോക്കുകയാണെങ്കിലും വ്യൂസൊക്കെ നോക്കുകയാണെങ്കിലും സൈലത്തിനാണെന്ന് തോന്നുന്നു കൂടുതൽ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ നല്ല ക്ലാസ് ആയിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സൈലാണ് കൂടുതൽ എന്താ പറയുക നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും അടിപൊളി ക്ലാസ്സസൊക്കെയാണ്. ബട്ട് എന്താ പറയുക, എക്സാമിനറിനേക്കാൾ കുറച്ചുകൂടി ഗ്രാഫ് കൂടുതൽ സൈലത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും സൈലാണ് ഇനി കാണാനും പോകുന്നത്.
അപ്പോൾ ഇനി എക്സാമിനർ കാണുന്ന ആരും വന്നിട്ട് താഴെ കമൻ്റ് ഒന്നും ഇടരുത്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയനുമാണ് ഞാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഫസ്റ്റ് നമ്മുടെ ഓണം എക്സാമിന് സൈലം ക്ലാസ്സസ് കാണുക, ക്രിസ്മസ് എക്സാമിന് നമ്മുടെ എക്സാമിനർ ക്ലാസ്സസ് കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതിലാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഏത് ക്ലാസ്സാണ് കൂടുതൽ മനസ്സിലാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ മനസ്സിലായ ആ ക്ലാസ്സസ് പിന്നെ പിന്നെ ചൂസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ സ്റ്റഡി വ്ളോഗൊക്കെ കാണുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ എനിക്ക് എന്ത് ടൈപ്പ് വീഡിയോസ് ആണോ കാണുന്നത് അതുപോലെ ചെയ്യാനായിട്ട് തോന്നാറുണ്ട്. ക്രാഫ്റ്റ് വീഡിയോസ് കണ്ട് അപ്പം തന്നെ പോയി ക്രാഫ്റ്റ് ചെയ്യും. അതുപോലെയാണ് സ്റ്റഡി വ്ളോഗ്സ് കാണാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ എനിക്കെന്തോ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞാൻ പോയിരുന്നു പഠിക്കും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ സ്റ്റഡി വ്ളോഗ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ ടൈപ്പ് വീഡിയോസ് ചെയ്യാം. അപ്പോൾ കാണുന്ന എല്ലാവരും ഇപ്പോൾ സൈലോ എക്സാമിനറോ കണ്ടുകൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള സൈലത്തിൻ്റെ എക്സാമിനറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ വേറെയുള്ളവർക്ക് യൂസ്ഫുൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. രാവിലെ തൊട്ട് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സന്ധ്യയായി വീഡിയോ എടുക്കാനായിരുന്നു. എന്താ വെച്ചാൽ നല്ല മഴയായിരുന്നു ഇവിടെ. രാവിലെ തൊട്ടേ മഴയായിരുന്നു, ഉച്ചയ്ക്ക് വരെ മഴയായിരുന്നു. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പം കറണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഫോണിലൊക്കെ ചാർജൊക്കെ എങ്ങനെയൊക്കെയോ ആക്കി വെച്ച് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.